അതേണ്ടേ പറഞ്ഞ അത്രയും തുക. ആ എൻ്റെ ആകെ $1500 ഉള്ളൂ. ഡിസ്കൗണ്ട് കൂടെ കൂട്ടി $2000, 20 പൈസ എൻ്റെ. നിനക്ക് 30 പൈസ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ $1000 കൂടി ഇങ്ങോട്ട് ഇടും. ഓ ഇത് എവിടുന്നാണ് ഇത്രയും കാശ്? പിള്ളേരയച്ചതൊന്നല്ലേ. എന്നാ ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. പിന്നെ കളിച്ചിരി പരിപാടിയൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടയത്തെ ഡോക്ടർ സെലിൻ ജോണി അല്ലേ? അയ്യോ എനിക്ക് സിസ്റ്ററിനെ മനസ്സിലായില്ലല്ലോ. എൻ്റെ ഡോക്ടറെ, ഇത് ചിനുവിൻ്റെയും ദിനുവിൻ്റെ ഒക്കെ സ്കൂളിലെ ഹോളി ക്രോസിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ ജെമിനിയാ. സിസ്റ്റർ ജെമിനിയോ? ദൈവമേ എനിക്ക് കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. സിസ്റ്ററിനെ എവിടെ സിസ്റ്ററെ? അതെ, ഞാനിവിടെ അമേരിക്കയിൽ ഒരു വിസിറ്റിംഗ് വിസായി വന്നതാ. അപ്പം എൻ്റെ ആങ്ങള ഈ ട്രീറ്റ്മെൻറ്റിന് ഒരു ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നു. അപ്പം അത് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചെയ്തേച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ച്. സിസ്റ്ററിന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എൻ്റെ ഡോക്ടറെ, ഈ നാട്ടിലത്തെ പിള്ളേർക്കാണെങ്കിൽ ഈ പ്രായം ചെന്ന കന്യാസ്ത്രീമാരോട് യാതൊരു ബഹുമാനവുമില്ല, അനുസരണവുമില്ല. പിന്നെ പേരൻസിനാണേലും കൊച്ചു കന്യാസ്ത്രീകളോടാണ് ബഹുമാനം കൂടുതൽ. ശരിക്കും സിസ്റ്ററിനെ കണ്ടാലുണ്ടല്ലോ പണ്ടത്തെ മുഖത്തിന്റെ ഇടിമലും ആ കാലിന്റെ കുട്ടിവാറ് പോലുള്ള നീരും ഒന്നുമില്ല കേട്ടോ. ആണോ സെല്ലിലെ? നല്ലതാണല്ലോ. പിന്നെ പണ്ട് സിസ്റ്റർ ജെമിനി ഒരു വലിയ ടെറർ ആയിരുന്നല്ലോ സ്കൂളിലെ. എൻ്റെ ഡോക്ടറെ, ഇപ്പം പിള്ളേരാ ടെറർ. പിന്നെ ഇതൊക്കെ പറഞ്ഞാലേ ജോണിച്ചായൻ എന്തിയേ? ജോണിച്ചാൻ എൻ്റെ ബില്ലടയ്ക്കാൻ, ഞങ്ങൾ ഈ ചികിത്സയ്ക്ക് വന്നതാ സിസ്റ്ററെ. ജോണിച്ചാൻ ആ ബില്ലടയ്ക്കാൻ പോയിരിക്കുക. ജോണിച്ചാനെ പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ ഡോക്ടറെ. പ്രത്യേകം പറയാം സിസ്റ്ററെ. എന്നാ പിന്നെ കാണാം, വരട്ടെ. എപ്പോഴും സിസ്റ്ററെ വീട്ടിലൊക്കെ വന്നിട്ടേ പോകാവുള്ളൂ കേട്ടോ. അനിലെ, ടാലിയ, നീ എന്നെ ഇവിടെ നിൽക്കുന്ന മോളെ? അയ്യോ സെലിന, ഇത് ടാലിയ അല്ല, ഇത് അനിലയാ. അനിലയോ? ഐക്യരേത്ത തോമസിന്റെ ഭാര്യ അനിലയോ? അതേമേ. എന്റെ ദൈവമേ, ശരിക്കും നിന്റെ മകളാ. ടാലിയായെ പോലെ തന്നെയാ നിന്നെ കണ്ടാലിരിക്കുന്നത് കേട്ടോ. നേരാണോ സെലിനെ? അതെന്നെ, ശരിക്കും നിന്റെ തലമുടിക്ക് വരെ നല്ല ഉള്ളുണ്ടായി കേട്ടോ. അയ്യോ ഞാനേ ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുവാന്നേ. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ധൈര്യമായിട്ട് പോകാല്ലേ? ഞങ്ങളും അതിന് വന്നതാ കേട്ടോ. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ സെലിൻ എന്ന് പറഞ്ഞപ്പോ ഒരു ആശ്വാസമായി. അയ്യോ എന്റെ പൊന്നെ. എടി ഇതൊക്കെയാണ് തോമസ് എന്ത് ചെയ്യുന്നു? തോമസ് അവിടെ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുവാ. ആണോ? ഞാൻ ആ സമയത്തെ 2 ചുരിദാറൊക്കെ മേടിക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ഇറങ്ങിയതാ. ഞാനും 1-2 ഒക്കെ ആയിട്ടാ വന്നത്. ഓ എന്റെ അനിലെ, പിന്നെ ഒരു കാര്യം, നീ അങ്ങോട്ട് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒറ്റ പെണ്ണുങ്ങളോട് പറഞ്ഞേക്കരുത്. പ്രത്യേകിച്ചും വിമൻസ് ഫോറത്തിലുള്ള നമ്മുടെ ബെറ്റി പതിയിലുള്ള ചക്കാലക്കൽ മേരിയോടൊക്കെ കേട്ടോ. അവളുമാരെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കും. പിന്നെ നമുക്ക് ഈ സൈനോസിലെ കൺവെൻഷൻ ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. ആരോടും പറയത്തില്ല സെലിനെ. എന്നാ ഞാനൊന്ന് പോട്ടെ. പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഈ ചികിത്സയ്ക്ക് വരയ്ക്കും ഇത്രയും വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ശിങ്കാരിയുടെ ഒരു ലാച്ച എങ്കിൽ ഈ ദാമൂട്ടിയുടെ ദിനുവിൻ്റെ ഈ ചുടിദാറിന് പകരം കൊണ്ടുവന്നാനെ. ശോ, കഷ്ടമായി. ജോണിച്ചായ കണ്ടായിരുന്നോ നമ്മുടെ ഐക്യരേത്തെ അനിലേനെ? ഇപ്പൊ അങ്ങോട്ട് പോയത് കണ്ടില്ലേ? അല്ലെന്നേ, അനില ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് അങ്ങോട്ട് പോയതന്നേ. ആ ആട്ടെ, ബില്ലൊക്കെ അടച്ചോ? കാണിച്ചേ നോക്കട്ടെ. ബില്ലൊക്കെ അടച്ചോ? ഹാ സിസ്റ്ററെ, ഡോക്ടർ റെഡിയാ. ഞാൻ ആരാ ആദ്യം പോരുന്നേ? ഞാൻ തന്നെ പോട്ടെ. മാറി നിൽക്കുക സിസ്റ്ററെ. ഞാൻ തൊലയ്ക്ക് ആരെങ്കിലും ആദ്യം ഒന്ന് വാ സിസ്റ്ററെ. ഞാൻ ആദ്യം വരാം. എന്റെ പൊന്നെ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ.
എന്നിട്ട് സെലിൻ തന്നെ ആദ്യം വാ. എന്നാ ഞാൻ പോവുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എനിക്ക് സൈനോസയിലെ കൺവെൻഷൻ ഒന്ന് ശരിക്കൊന്ന് ചെത്താനായിട്ട്. എവിടെ ചെന്നാലും അവക്ക് ആദ്യം പോകും. ആദ്യം ചെല്ലട്ടെ. എവിടെ ചെന്നാൽ ഈ വയ്യാവലി ഉണ്ടല്ലോ കർത്താവേ. ഇതാരെ ഫാദർ വട്ടക്കുഴി? എന്റെ മാക്കോരെ, വട്ടക്കുഴി എന്താ ഇവിടെ? എന്റെ മാക്കോരെ, ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ട് ഞെട്ടൽ. ഇവിടെ ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഇടയ്ക്ക് ആരെങ്കിലും ഒരാൾ മരിക്കും. ഒടുക്കളത്തിൽ ഉപ്രോഷമാവ് കൊടുക്കാനായിട്ട് എന്നെ വിളിക്കും. ഏറെക്കുറെ ഈ സമയമാകുമ്പോഴാണ് മരണം നടക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു കട വരെ പോകുന്ന വഴിക്ക് ഈ വിളി വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഫാദർ വട്ടക്കുഴി, നമുക്കിട്ടത് വേണോ? അച്ഛൻ വന്നത് എന്താന്ന് എനിക്കറിയാം. ഈ അച്ഛന്മാർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ എൻ്റെ പൊന്നച്ചോ? എൻ്റെ മാക്കോരെ, ഈ അച്ഛന്മാരുടെ പ്രയാസങ്ങൾ നിങ്ങൾ അൽമേനികൾക്ക് മനസ്സിലാവുമോ? ഈ വയസ്സായ പിന്നെ മഠത്തിൽ ചെന്നാൽ പോലും വളിച്ച കറി മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. എൻ്റെ അച്ചോ, ഫ്രഷ് കറി കുറെ കൂട്ടിയതല്ലേ? അതൊക്കെ വെറും ഓർമ്മകളല്ലേ മാക്കോരെ? കുട്ടിയല്ല സിസ്റ്ററെ, കുളം വട്ടക്കുഴി. ഫാദർ വട്ടക്കുഴിയാണ്. ഓ, അച്ഛൻ വന്നോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, ഓക്കെ. ഞാനാ കാശ് കൊടുത്ത ജാതി ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛൻ അവിടെ നിൽക്കട്ടെ. അച്ഛനിപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ. എൻ്റെ കഴിച്ചിട്ട്